എല്ലാവർക്കും ചിത്രാഞ്ജലിയിലേക്ക് സ്വാഗതം. ഇന്ന് വിജയശ്രീയുടെ കഥയാണ് പറയാൻ പോകുന്നത്. അഭിനയ മികവ് കൊണ്ടും സൗന്ദര്യം കൊണ്ടും മലയാളികളെ ഏറ്റവും കൂടുതൽ ആസ്വദിപ്പിച്ച സിനിമകളിൽ ഇപ്പോഴും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന പാട്ട് സീനുകളും ചിത്രങ്ങളും വിജയശ്രീയുടേതായിട്ടുണ്ട്. ജനുവരി 8, 1953 തിരുവനന്തപുരത്ത് വിജയമ്മയുടെയും വാസുപിള്ളയുടെയും മകളായി ജനിച്ചു. ആദ്യം തമിഴ് സിനിമയിലാണ് അഭിനയിച്ചത് 1966 ചിത്തി. പിന്നീട് മലയാളത്തിലും അഭിനയിച്ചു. ആദ്യത്തെ മലയാള സിനിമ പൂജാപുഷ്പം 1969 തിക്കുറിശ്ശി സുകുമാരൻ നായരായിരുന്നു അത് ഡയറക്റ്റ് ചെയ്തത്. ഷീല, ജയഭാരതി എന്നീ നടികൾ അക്കാലത്ത് മലയാള സിനിമ അടക്കി ഭരിച്ചിരിക്കുന്ന കാലമായിരുന്നു. സൗന്ദര്യം കൊണ്ടും അഭിനയ മികവ് കൊണ്ടും മലയാളത്തിൽ പ്രശസ്തി ആർജിച്ച ഒരു അഭിനേത്രിയാണ് വിജയശ്രീ. പ്രേംനസീർ വിജയശ്രീ കൂട്ടുകെട്ട് സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരുന്ന അക്കാലത്ത് കുഞ്ചാക്കോ ആയിരുന്നു കൂടുതൽ സിനിമയും നിർമ്മിച്ചിരുന്നത്. ശിവാജി ഗണേശന്റെ കൂടെയും ജമിനി ഗണേശന്റെ കൂടെയും അവർ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള നടികളിൽ ഏറ്റവും സുന്ദരി വിജയശ്രീ ആണെന്ന് ഡയറക്ടർ ഭരതൻ പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിലെ മർലിൻ മൺട്രോ എന്നായിരുന്നു അവരെ വിശേഷിപ്പിച്ചിരുന്നത്. വിജയശ്രീയെ കാണുവാൻ വേണ്ടി മാത്രമായിരുന്നു ആളുകൾ അക്കാലത്ത് അവരഭിനയിച്ച സിനിമ കാണാനായി തിയേറ്ററിൽ പോകുന്നത്. 1973 പൊന്നാപുരം കോട്ടയിൽ ഒരു പാട്ട് സീനിൽ, അതായത് ആതിരപ്പള്ളി വാഴച്ചാൽ ആ വെള്ളച്ചാട്ടത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാട്ട് സീനിൽ, വള്ളിയൂർ കാവിലെ കന്നിക്ക് വയനാടൻ പുഴയിൽ ഇന്ന് ആറാട്ട് എന്ന പാട്ടുഭാഗത്ത് അവർ ആ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്ന ഒരു ഒറ്റമുണ്ടെടുത്ത് വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നതായിട്ടുണ്ട്. ആ സമയത്ത് അവരുടെ മുണ്ട് അഴിഞ്ഞു പോകുകയും അടുത്തൊരു മുണ്ട് കൊടുക്കാനായി കുറച്ച് താമസിപ്പിക്കുകയും അവരറിയാതെ അവരുടെ നഗ്നത ഷൂട്ട് ചെയ്യുകയും അത് പിന്നീട് ഈ സിനിമയിൽ കയറ്റുകയും ചെയ്തു. അവരെ പ്രിവ്യൂ കാണിച്ചപ്പോൾ ആ സീനുകളില്ലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് അവരെ അറിയിക്കാതെ ആ സീനുകളും കൂടി സിനിമയിലാക്കിയത്. ഇതിൽ അവർക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഒരുപാട് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്തു. എന്തായാലും 20 വയസ്സ് കഴിഞ്ഞ് 21 വയസ്സെന്ന് പറയാം, എന്തോ 2-3 മാസമായതുള്ളൂ 21 വയസ്സിലേക്ക് കടന്നിട്ട്. അവർക്ക് ഇത്രയും കാര്യങ്ങൾ സഹിക്കാനുള്ള ശക്തി ഇല്ലായിരുന്നു. 1974 സുബ്രഹ്മണ്യ സ്വാമി മേരിലാൻഡ് സ്റ്റുഡിയോയുടെ ഉടമ അവർക്ക് അഭിനയിക്കാനുള്ള ഒരു സിനിമയ്ക്ക് അഡ്വാൻസായി 7,000 രൂപ മദ്രാസിൽ അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തു. അത് വാങ്ങിയിട്ട് അദ്ദേഹത്തെ യാത്ര അയക്കാനായിട്ട് അവരുടെ അച്ഛൻ വീട്ടിലെ കാറും എടുത്തു പോയി. ആ പോയ സമയത്ത് വിജയശ്രീ ജോലിക്കാരിയോട് ചായ വേണമെന്ന് പറഞ്ഞു. അവർ ചായ കൊണ്ട് കൊടുത്തു. ചായയിൽ പൂന്തോട്ടത്തിൽ അടിക്കാൻ വെച്ചിരുന്ന വിഷം കൂടുതൽ അളവിൽ കലർത്തി അവർ കഴിച്ചു. അപ്പോൾ വലിയ ശബ്ദത്തോടെ അവർ താഴെ വീണു. അപ്പോൾ പെട്ടെന്ന് വീട്ടിൽ കാറില്ല. പെട്ടെന്നൊരു കാറ് കിട്ടാൻ അന്നത്തെ സമയം 52 വർഷങ്ങൾക്ക് മുമ്പാണ്. അരമണിക്കൂർ താമസിച്ചു. പിന്നീട് അടുത്തൊരു ആശുപത്രിയിലെത്തി. അവിടെ ചെന്നപ്പോഴത്തേക്കിനും അവർ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ പോയ വഴിക്കും ട്രാഫിക്കായിട്ട് 1/2 മണിക്കൂർ താമസിച്ചു. എന്തായാലും വഴിയിൽ വെച്ച് തന്നെ വലിയ കലാകാരി അന്തരിച്ചു. അവർ അഭിനയിച്ച സിനിമകൾ മലയാളത്തിൽ ഏതാണ്ട് 40ഓളം സിനിമകളുണ്ട്. 1969 പൂജാപുഷ്പം, 70 രക്തപുഷ്പം, ഡിറ്റക്റ്റീവ് 909 കേരളത്തിൽ, ഉദയനന്റെ മകൻ, ദത്തുപുത്രൻ, പളുങ്കുപാത്രം, 71 അച്ഛന്റെ ഭാര്യ, മറുനാട്ടിൽ ഒരു മലയാളി, ലങ്കാദഹനം, ബോബനും മോളിയും, ശിക്ഷ, 72 ടാക്സിക്കാർ, സംഭവാമി യുഗേ യുഗേ, ശ്രീ ഗുരുവായൂരപ്പൻ, പ്രൊഫസർ, മായ, അന്വേഷണം, ആദ്യത്തെ കഥ, പുഷ്പാഞ്ജലി, പോസ്റ്റുമാനെ കാണാനില്ല, മറവിൽ തിരിവ്, സൂക്ഷിക്കുക, മന്ത്രകോടി, ആരോമലുണ്ണി, 73 കാട്, പ്രേതങ്ങളുടെ താഴ്വര, തനിനിറം, പച്ചനോട്ടുകൾ, തേനരുവി, സ്വർഗപുത്രി, തിരുവാഭരണം, പൊന്നാപുരം കോട്ട, പാവങ്ങൾ പെണ്ണുങ്ങൾ, വീണ്ടും പ്രഭാതം, പഞ്ചവടി, പത്മവ്യൂഹം, അങ്കത്തട്ട്, ജ്ഞാതവാസം, ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ, അലകൾ, യൗവനം. തമിഴിൽ 18 സിനിമയോളം അഭിനയിച്ചിട്ടുണ്ട്. കന്നഡത്തിൽ 7, തെലുങ്കിൽ 12. ഇതൊക്കെ പ്രശസ്തമായ സിനിമകളാണ്. പൊന്നാപുരം കോട്ടയിൽ 7 ഗാനങ്ങളുണ്ട്. വയലാറാണ് അത് രചിച്ചത്. യേശുദാസും പി സുശീലയും പാടിയ ആദ്യത്തെ ഗാനം ആദിപരാശക്തി അമൃതവർഷിണി. അതിൽ വിജയശ്രീ ഒരു ദേവിയായി, മയിലായി വളരെ ഭംഗിയായി നൃത്തം ചെയ്യുന്നുണ്ട്.
പിന്നെ ചാമുണ്ടേശ്വരി, രക്തേശ്വരി, ഭൂമണ്ഡലാധീശ്വരി, അത് യേശുദാസ് പാടുന്ന ഒരു ഗാനമാണ്, ഒരു ദേവി ആരാധിക്കുന്നതായിട്ടാണ്. മൂന്നാമത്തെ ഗാനം മന്ത്രമോതിരം, മായമോതിരം, ഇന്ദ്രജാല കല്ലുമോതിരം, പൂക്കളെ അപ്സര സ്ത്രീകളാക്കും, ഇത് ഭൂമിയെ സ്വർഗമാക്കും. യേശുദാസാണ് ഇത് പാടിയത്. നാലാമത്തേത് വിജയശ്രീ ഒരു വീണ വായിച്ചു പാടുന്നതായിട്ടാണ്. നളചരിതത്തിലെ നായകനോ, നന്ദനവനത്തിലെ ഗായകനോ, അഞ്ചിതൾ പൂക്കൾ കൊണ്ട് അമ്പുകൾ തീർത്തവൻ, ആവനാഴി നിറയ്ക്കുന്ന കാമദേവനു. പി സുശീലാദേവിയാണ് ഇത് പാടിയത്. അഞ്ചാമത്തെ പാട്ട് രൂപവതി, രുചിരാംഗി, രോമാഞ്ചം ചൂടി വരൂ, ഇത് യേശുദാസാണ് പാടിയത്. ആറാമത്തെ പാട്ടാണ് വിവാദമായ പാട്ട് വള്ളിയൂർ കാവിലെ കന്നിക്ക്, വയനാടൻ പുഴയിൽ ഇന്നാറാട്ട്, ഇത് പി ജയചന്ദ്രനാണ് ആലപിച്ചത്. വിജയശ്രീ ഒരു ഒറ്റമുണ്ടെടുത്ത് കുളിക്കുന്നതായിട്ടാണ് ആ സീനിൽ. ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൽ വെച്ച് കുളിക്കുന്നതായിട്ടാണ് അതിൽ കാണിക്കുന്നത്. ഏഴാമത്തെ പാട്ട് വയനാടൻ കേളുവിൻ്റെ പൊന്നും കോട്ട. അങ്ങനെ 7 പാട്ടുകളാണ്. ആ വലിയ കലാകാരിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.